ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ഒരു പ്രോബ്ലമാണ് ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം ഇതാണ്: ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ബ്ലോക്ക് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവും തന്നിട്ടുണ്ട് ആൻഡ് ലെഫ്റ്റ് സൈഡ് വ്യൂവും തന്നിട്ടുണ്ട്. അതാണ് റൈറ്റ് ആംഗിൾ വരച്ചത്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓബ്ജക്റ്റ് തന്നിട്ടുള്ള ഓബ്ജക്റ്റിന് ഒരു റെക്ടാങ്കുലർ പ്രിസത്തിൽ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രിസത്തിൻ്റെ ഡയമെൻഷൻ ആദ്യം കണ്ടുപിടിക്കും. അതായത് മിനിമം ലെന്ത്, മിനിമം ഹൈറ്റ്, മിനിമം വിഡ്ത്ത്, ആ ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ ഒരു ടോട്ടൽ ഫിഗറിന്, ഈ ടോട്ടൽ ഓബ്ജക്റ്റിന് ഒരു റെക്ടാങ്കുലർ പ്രിസത്തിൽ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ആ പ്രിസത്തിൻ്റെ നമുക്ക് നീളം, വീതി, ഘനം ഇത്രയും വെച്ചിട്ട് വരയ്ക്കണം ആദ്യമായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ നീളമായിട്ട് നമുക്ക് 120 മില്ലിമീറ്റർ എന്ന് എടുക്കാം. ഈ ഫ്രണ്ട് വ്യൂ കാണുന്നത് 120 മില്ലിമീറ്റർ. ഇതിൻ്റെ വീതി 80 mm ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 40 + 20 + 20 അങ്ങനെ 80 mm. അപ്പോൾ 120 × 80 വിഡ്ത്ത്, 120 × 80 × ഹൈറ്റ് 80. ആ 120 × 80 × 80യിൽ ഒരു പ്രിസം ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂയിലുള്ള ഫിഗറും സൈഡ് വ്യൂയിലുള്ള ഫിഗറും ആ കറസ്പോണ്ടിങ് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ആദ്യം ഇത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഐസോമെട്രിക് ആക്സിസ് വരയ്ക്കാം. അതായത് 3 ആക്സിസ്: ലെന്തിൻ്റെ ആക്സിസ്, വിഡ്ത്തിൻ്റെ ആക്സിസ്, ഹൈറ്റിൻ്റെ ആക്സിസ്. ആ 3 ആക്സിസ് ആദ്യം വരയ്ക്കാം. ഓക്കെ, ഇവിടെ ആദ്യം ഇവിടെ റെഫറൻസ് ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈനിൽ നിന്ന് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നമുക്ക് 2 ലൈൻ വരയ്ക്കാനാണ്, 2 എഡ്ജ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സൈഡിൽ വേണേൽ കൊടുക്കാം. ഈ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം, ഈ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം. അത് ജഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഓബ്ജക്റ്റിൻ്റെ മാക്സിമം വ്യൂ എങ്ങനെയാണ് കിട്ടുന്നത്, ആ ഓറിയൻറ്റേഷൻ അനുസരിച്ചാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഐസോമെട്രിക് ആക്സിസ് വരാം. ഇവിടെ വെർട്ടിക്കൽ ആൾറെഡി തന്നെ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കലായിട്ട് തന്നെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് 30 ഡിഗ്രിയിൽ പോയിന്റ് നോട്ട് ചെയ്യണം. ഇവിടെ 30 ഡിഗ്രിയിൽ പോയിന്റ് നോട്ട് ചെയ്യണം. ഇവിടെ നിന്നും 30 ഡിഗ്രിയിൽ 10, 20, 30 ഇവിടെ നിന്ന് 30 ഡിഗ്രിയിൽ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. ഓക്കെ, 2 പോയിന്റ് നോട്ട് ചെയ്തു. ഓക്കെ, ഞാനിവിടെ 2 പോയിന്റ് നോട്ട് ചെയ്തിരുന്നു. ഈ നോട്ട് ചെയ്ത പോയിന്റും നമ്മൾ നേരത്തെ വരച്ച ഈ വെർട്ടിക്കൽ ലൈൻ വരച്ചതായിട്ട് ലൈൻ വരയ്ക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കെയിൽ അതേ ആംഗിളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് 30 ഡിഗ്രി, ഇവിടെ നിന്ന് 30 ഡിഗ്രിയിലും ഇവിടെ നിന്ന് 30 ഡിഗ്രി 2 സ്കെയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 30 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഇതൊരു ആക്സിസ് ആണ്. ഇതും 30 ഡിഗ്രിയിൽ നോട്ട് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആക്സിസ് വരച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ നോക്കണം. ഫ്രണ്ട് ഫേസ് എവിടെ കൊടുക്കണം? അല്ലേ, ഈ ആക്സിസിൻ്റെ ലെന്ത് ആദ്യം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞു 120 മില്ലിമീറ്ററാണ് ലെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഞാനിവിടെ ആ 120 മില്ലിമീറ്റർ ലെന്ത് എടുക്കുന്ന ഈ വരച്ചിരിക്കുന്ന ഈ സൈഡിലാണ്, ഇടത് സൈഡിലായിട്ടാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടത് സൈഡിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വ്യൂ കറക്റ്റായിട്ട് കിട്ടും. ഈ ലെന്ത്
ഇടത് സൈഡിലല്ല വലത് സൈഡിലോട്ട് എടുക്കണം. അതായത് ഈ ഫ്രണ്ട് വ്യൂ നമ്മളിപ്പോൾ വരച്ച ഫേസിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന രീതിയിൽ. എന്നിട്ട് ഫ്രണ്ട് ഇടതുവശത്ത് ഈ ഒരു സൈഡ് വ്യൂ ആ കിട്ടുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഫ്രണ്ട് വ്യൂ ഫിഗർ നേരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ആയിരിക്കും. സൈഡ് വ്യൂ നേരെ സൈഡ് വ്യൂവിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കുന്നത് ഈ ഫേസിലായിരിക്കും, ഈ ഒരു ഫേസിൽ. ഓക്കെ, അപ്പം ഇവിടത്തേക്ക് എത്ര ലെന്ത് എടുക്കേണ്ടത്? ഇവിടത്തേക്ക് 120 ആണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ റെഫറൻസ് വരച്ച ലൈൻ വേണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും 120 ആണ്. ഈ സൈഡിലോട്ട് എടുക്കേണ്ട ലെന്ത് എത്രയാണ്? ഈ സൈഡിൽ എടുക്കേണ്ട ലെന്ത് 80 ആണ്. 80 ആണ് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കേണ്ടത്. അപ്പം ഇവിടത്തേക്ക് ലൈൻ 80 എടുക്കുന്നുണ്ട്. അവിടെ 80. ഓക്കെ, ഈ റെഫറൻസ് ലൈൻ വരച്ച് നമുക്കിനി ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് 120 ആയി, ഇത് 80 ആയി. വെർട്ടിക്കൽ ഹൈറ്റ് എത്ര എടുക്കേണ്ടത്? ഹൈറ്റ് നേരത്തെ പറഞ്ഞു തരാം, 20 + 20 + 40 8. അപ്പോൾ ഹൈറ്റും 80 ആണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഹൈറ്റ് 80. ഇത് 120, ഇത് 80, ഹൈറ്റ് 80. ഇത് വെച്ചിട്ട് ഒരു റെക്ടാങ്കുലർ പ്രിസം കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ആ ഫിഗർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് പാരലായിട്ട് ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കണം. അല്ല, എന്നിട്ട് ഈ ഹൈറ്റ് എന്നുള്ളത്, ഈ ഹൈറ്റ് വെർട്ടിക്കൽ ഹൈറ്റ് എന്നുള്ളത് എല്ലാ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ഹൈറ്റ് എടുക്കണം. സ്കെയിൽ 90 വെച്ച് വെർട്ടിക്കൽ വെച്ചിട്ട് ഇവിടെ നിന്നും എല്ലായിടത്തും വെർട്ടിക്കൽ ഹൈറ്റ് 8 തന്നെ എടുക്കണം, എല്ലാ പോയിന്റിലും. ഇവിടുത്തെ കോൺ പോയിന്റ് കണ്ടുപിടിക്കണം. ഇതിന് പാരലായിട്ട് ഇവിടെ ഈ പോയിന്റ്, അവിടുത്തെ കോർണർ പോയിന്റ്. എന്നിട്ട് ഈ കോർണർ പോയിന്റിൽ നിന്ന് 80 മേളിലോട്ട് പോകണം. ഇവിടെ നിന്ന് വെർട്ടിക്കൽ 80 വേണം. ഇത് നമ്മൾ ഡയമെൻഷൻ മാർക്ക് ചെയ്തില്ല, ഡയമെൻഷൻ മാർക്ക് ഇവിടെ നിന്ന് 80 ആണ് വേണ്ടത്. റെഫറൻസ് ചെയ്ത ഈ ലൈൻ വേണ്ട,
മാറ്റി മാർക്ക് ചെയ്ത ഈ എല്ലാ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യണം. ഈ പോയിന്റ് ജോയിൻ ചെയ്യണം. ഈ പോയിന്റ് ജോയിൻ ചെയ്യണം. ഈ പോയിന്റ് നമുക്ക് ആ റെക്റ്റാങ്കുലർ പ്രിസം കിട്ടി. ഇനി നമ്മൾ ഡയമെൻഷൻസ് ഇതിലേക്ക് കോപ്പി ചെയ്യണം. ഫ്രണ്ട് വ്യൂ ഇവിടെ കൊടുക്കും, ഫ്രണ്ട് വ്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കും, സൈഡ് വ്യൂ ഈ സൈഡിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഈ സൈഡിലേക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഐസോമെട്രിക് ആക്സിസ്, ഈ 3 ആക്സിസും ഈ ഡയമെൻഷനിൽ വരച്ചതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെന്തും സൈഡ് വ്യൂവിൻ്റെ ലെന്തും ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ഈ ബേസ് ബ്ലോക്ക് ആദ്യം വരയ്ക്കാം. ആ ബേസ് ബ്ലോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഈ ഒരു ബേസ് ബ്ലോക്ക് തന്നെയാണ് അതിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്, ഈ സൈഡ് വ്യൂവിൽ കാണുന്ന ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ആ ബ്ലോക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് 20 മില്ലിമീറ്റർ ഹൈറ്റിൽ, ഇവിടെ നിന്ന് 20 4 കോർണറിലും ആ പോയിന്റ് മാർക്ക് ചെയ്യണം. ഇവിടുത്തെ കോർണർ ഇവിടെ നിന്ന് ഈ പോയിന്റും ഇതും ജോയിൻ ചെയ്യും. ഈ പോയിന്റും ജോയിൻ ചെയ്യും. അടുത്ത് ഈ പോയിന്റും ജോയിൻ ചെയ്യും. ഈ പോയിന്റും ജോയിൻ ചെയ്യും. ഇത് ലാസ്റ്റ് ജോയിൻ ചെയ്യാം. ഇവിടുത്തെ ഫേസ് കൂടെ വരച്ചതിന് ശേഷം ഇനി ഫ്രണ്ട് വ്യൂവിൻ്റെ ബാക്കി പാർട്ട്. ഇത് സ്ലോപ്പിംഗ് ഫേസ് ആണ് അല്ലേ, ഇതൊരു ട്രപ്പിസോയിഡൽ ഷേപ്പാണ്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്നല്ല. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഈ പോയിന്റ് എന്ന് തോന്നും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ 10 മില്ലിമീറ്റർ മാറിയിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് ആദ്യം വരയ്ക്കാം. ഇതാ ഈ എഡ്ജിൻ്റെ ബേസ്, രണ്ട് സൈഡിൽ നിന്നും ഇതിൻ്റെ ബെഡ്ജിൻ്റെ ബേസ് വരയ്ക്കാം. ആ ബേസിൽ നിന്നാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബേസ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടത് 20 ആണ്. ഈ ഗ്യാപ്പ് 10 ആണ്. 10 ഇവിടെ നിന്ന് 10 ക്ലിയറൻസ് കൊടുത്തു. ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ. ഈ ലൈനും പാരലായിരിക്കും. നമ്മൾ ഈ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് എല്ലാം ആദ്യം വരച്ച ഈ ഐസോമെട്രിക് ആക്സിന് പാരലായിട്ടാണ് എല്ലാ ലൈൻസും വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് ലൈൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് 1 ആയിരിക്കണം. ഇവിടെ 1 എടുത്തോളം ഈ ഡിസ്റ്റൻസ് 1 ആയിരിക്കും. അപ്പോൾ ഇത് ഈ വരച്ചതിനാണ് നമ്മൾ ട്രപ്പിസോയിഡിൻ്റെ ബേസ്. ഓക്കെ, ഇത് നേരെ എൻഡ് ചെയ്യണ പോർഷൻ ടോപ്പിൽ, ഈ ബേസ് പോർഷൻ നേരെ എൻഡ് ചെയ്യണ പോർഷൻ ഈ പോയിൻ്റ് കൂടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ആ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞു ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ ഗ്യാപ്പിലാണ്. പക്ഷേ ഇവിടെ നിന്ന് 30 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പം ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ മാറിയിട്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് 30 മില്ലിമീറ്റർ മാറിയിട്ടും ഈ രണ്ട് പോയിൻ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. അതിൻ്റെ ഈ ടോപ്പ് ഫേസിൽ ഇതെവിടെയാണ് വന്ന് ഈ ടോപ്പ് ഫേസിൽ വന്ന് എൻഡ് ചെയ്യണ പോയിൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗൈഡൻസ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 10 ആണ്. ഈ 10 തന്നെയാണ് ഇവിടെയും വരുന്നത്.
1 സെൻറ്റിമീറ്റർ. അവിടെ നിന്ന് ഈ ലൈനും പാരലൽ. അതുപോലെ ഇവിടെ നിന്നും വരയ്ക്കണം. 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതിന് പാരലായിട്ട് ഇവിടെ ഈ ലൈനും പാരലാണ്. അത് ഈ സൈഡിൽ നിന്ന് എടുക്കേണ്ടത് 30 mm ആണ്. ഈ പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് 30 mm ഇങ്ങോട്ട് എഴുതണം. ആ 30 mm നിന്ന് ലൈൻ ഇതിലേക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ ഇതിന് പാരലായിട്ടാണ്. അതേപോലെ ഇവിടുത്തെ പോയിന്റ് ഇവിടെ നിന്ന് 30 എടുക്കണം. ഇവിടെ നിന്ന് ഒരു പോയിന്റ് റെഫറൻസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് 30 എടുക്കണം. അവിടെ നിന്നും ലൈൻ ഈ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ ഇതിന് പാരലായിരിക്കും. ഓക്കെ. ഇനി എന്നിട്ട് ഇതുവരെ ഈ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ആ പോയിന്റിൽ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഫേസ് ഉണ്ട്, ഈ ഒരു പോർഷൻ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലോട്ടാണ്, വീണ്ടും ഒരു റെക്ടാങ്കിൾ ഫേസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ പോർഷൻ വരയ്ക്കാം. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ. അപ്പം 18 മിനിറ്റ് ഇവിടെ 24 വരത്തുള്ളൂ. 25 അല്ല, 24 ആണ്. 24 എന്ന് വെച്ചാൽ 18 36. 36 നിന്ന് 60 നിന്ന് 36 പോകുമ്പോൾ ഇവിടെ 24 ആണ്. ഓക്കെ. അതിലുള്ള ഇവിടെ നിന്ന് 18-ൽ നമുക്ക് ആ സ്ലോട്ട് വരയ്ക്കാം. അപ്പോൾ ഈ 2 പോയിൻ്റാണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തത്. അപ്പം ഇതും ഈ പോയിന്റും ജോയിൻ ചെയ്യണം. അതേപോലെ ഇവിടുത്തെ ബേസ് പോയിന്റ്, ആ ബേസ് പോയിന്റും ഇതും ജോയിൻ ചെയ്യണം. ഇത് രണ്ടും ടോപ്പ് ഫേസ്. ഇവിടെ നിന്ന് എടുക്കേണ്ട എത്രയാണ് ഡിസ്റ്റൻസ്? ഇവിടെ നിന്ന് 18 എടുക്കണം. ഇവിടെ നിന്നും 18 എടുക്കണം. ഈ ലൈൻ ജോയിൻ ചെയ്യും. അതേപോലെ ഇവിടെ ഈ പോയിന്റ് എടുത്ത പോലെ ഇവിടെ നിന്നും 18 എടുക്കണം. അപ്പുറത്തെ സൈഡിലെ ഫേസ് ഇവിടെ നിന്ന് 18. ഇവിടെ നിന്ന് 18. ഇതും ജോയിൻ. എന്നിട്ട് ഈ എൻഡ് പോയിന്റും ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 10 mm ക്ലിയറൻസിലാണ്. ഇവിടുന്ന് 10 mm മാറിയിട്ട് ഇവിടുന്ന് ലൈൻ ഇവിടുന്ന് ജോയിൻ ചെയ്യണം. ഇവിടുന്ന് 10 mm മാറിയിട്ടാണ്. അപ്പോൾ ഈ ക്ലിയറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ 10 ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഈക്വൽ ക്ലിയറൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ലോട്ട് എത്ര ദൂരം ഉണ്ടെന്നുള്ളതാണ്. സ്ലോട്ട് എത്ര ദൂരം, ഫുൾ ലെന്ത് ഇല്ല. സ്ലോട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ഉള്ളൂ. ആ ഡിസ്റ്റൻസിൽ ഹൈറ്റ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമെന്നുള്ളത്. ഓക്കെ. ഇവിടെ നോക്കിയാൽ ഈ സ്ലോട്ട് ഇവിടെ ഒന്ന് എൻഡ് ചെയ്യണത് ഫ്രണ്ട് വ്യൂവിൽ
ലൈൻ കാണും, ഡോട്ടർ ലൈൻ കാണും. ആ ഡോട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ബേസിൽ നിന്ന് 20 മില്ലിമീറ്റർ മേളിലാണ്. അപ്പോൾ ഈ 20 മില്ലിമീറ്റർ മേളിൽ നമ്മളൊരു ഈ ബേസിൽ നിന്ന് ഈ സ്ലോപ്പിംഗ് ഫേസിലേക്ക് ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കണം. ആ ലൈനിലാണ് ഇതിൻ്റെ സ്ലോട്ട് വന്ന് എൻഡ് ചെയ്യണത്. ഓക്കെ, അത് എൻഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇവിടെ നിന്നൊരു 20 mm ഒരു ലൈൻ റെഫറൻസ് വരയ്ക്കണം. ഇവിടെ നിന്ന് ഏത് പോയിൻ്റ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ 20 mm എന്നുള്ള ഗൈഡൻ ലൈനാണ്. ഇവിടെ നിന്ന് 20 മില്ലിമീറ്റർ വെർട്ടിക്കൽ എടുക്കണം. ഓക്കെ, 20 മില്ലിമീറ്റർ വെർട്ടിക്കൽ എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു പാരൽ ലൈൻ വരയ്ക്കണം. ഈ ബേസിൽ നിന്ന് പാരലായിട്ട് അത് ഈ ലൈനിൽ കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു പാരൽ ലൈൻ വരയ്ക്കണം. ഇവിടെ ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിന് പാരലാണ്, ഈ ലൈന് പാരലാണ്. അതും ഈ സ്ലോപ്പിംഗ് ഫേസിൽ ഇവിടെ ടച്ച് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. എന്ന് വെച്ചാൽ ആ സ്ലോപ്പിംഗ് ഫേസ് വന്ന് എൻഡ് ചെയ്യണ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കും. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വരച്ച ലൈൻ ഈ എഡ്ജിൽ നിന്ന്, അതായത് ഐസോമെട്രിക് ആക്സിസിൽ നിന്നെല്ലാം പാരലായിരിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ സ്ലോപ്പിംഗ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സ്ലോപ്പിംഗ് ഫേസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലൈൻ ഈ പോയിന്റിൽ വന്ന് ടച്ച് ചെയ്യും. ഇവിടെ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. അതായത് ഈ ലൈന് ഇതിന് പാരലായിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും ഇവിടെ വരയ്ക്കും. എന്നിട്ട് ഇതും ജോയിൻ ചെയ്യും. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇതിന് ശേഷം കാണാൻ പറ്റില്ല, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഡോട്ടഡ് ലൈനാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡോട്ടഡ് ലൈനാണ്. അതേപോലെ അവിടെ നിന്നും നമുക്ക് കാണാൻ പറ്റില്ല, അവിടെ നിന്ന് ഡോട്ടഡ് ലൈൻ. ഐസോമെട്രിക്കിൽ ഡോട്ടഡ് ലൈൻ കാണിച്ചെങ്കിലും കുഴപ്പമില്ല, ഇൻവിസിബിൾ എഡ്ജസ്. എന്നിട്ട് ഇതേപോലെ സ്ലോപ്പിംഗ് എഡ്ജസ് ഈ സൈഡിലും വരും. അതും ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ മാറിയിട്ട്, ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ മാറിയിട്ട് ഇവിടെ നിന്ന് ലൈൻ. ഇത് ഡോട്ടഡ് ലൈൻ അല്ല, അത് തിക്നെസ് ലൈനാണ്. ഇത് ഇവിടെ നിന്ന് ഈ ലൈൻ എൻഡ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ എന്നുള്ള പോയിന്റിലാണ്. ഈ ലൈൻ എൻഡ് ചെയ്യുന്നത് 10 മില്ലിമീറ്റർ ടച്ച് ചെയ്യുന്ന പോയിന്റാണ്. ഓക്കെ, അവിടെ ഈ ടച്ച് ചെയ്യുന്ന പോയിന്റും ഈ ഇവിടുത്തെ കോർണർ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ 10 ആയതുകൊണ്ട് അത് 10 ആയിരിക്കും. ഓക്കെ, അതായത് ഇതേപോലത്തെ ഒരു ബേസ് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡയമെൻഷൻ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? 120 ഈ ഹൈറ്റ്, അതേപോലെ ഇവിടെ നിന്നുള്ള ക്ലിയറൻസ് 30, ഇപ്പുറത്തുള്ള സൈഡ് ക്ലിയറൻസ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്ലിയറൻസ് 60. ഈ ഡയമെൻഷൻസ് എല്ലാം നമ്മുടെ ഡയമെൻഷൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഈ ഫിഗറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുമ്പോൾ എഡ്ജിന് പാരലായിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ കൂടെ ചെയ്യുമ്പോൾ ഫിഗർ കംപ്ലീറ്റ്. അപ്പോൾ ഇത്രയും വരച്ചതിന് ശേഷം ഡയമെൻഷൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്.